അപ്പം ഞങ്ങളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഞങ്ങൾ ജസ്റ്റ് ഒരു ഹോം ടൂറായിട്ട് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീട് പറഞ്ഞാൽ ഒരു 35 വർഷത്തിലേറെ പഴക്കമുള്ളൊരു ഓട്ട വീടാട്ടോ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെയാണ് വരുത്തിയിട്ടുണ്ട്. വീട് പൊളിച്ച് പുതിയത് പണിയൊന്നും അല്ലാതെ ജസ്റ്റ് ചെറിയ ചെറിയ മാറ്റങ്ങൾ. അപ്പോൾ വീഡിയോ കാണാം കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളെ വീടിൻ്റെ മുൻവശം എന്ന് പറയണത്. കുറേ മുറ്റായിട്ടുള്ളത്, വീട് ചെറുതും മുറ്റം കുറേ ആയിട്ടിട്ടുള്ളത്. ഞാനെപ്പോഴും മടി പറയുന്നത് മുറ്റം കുറേ ഉണ്ട്, വീട് ചെറുതാവരെ അത്രക്കും മുറ്റം അടിച്ചു വരാനൊക്കെ. കുറേ മുമ്പേ ഇവിടെ നിറച്ച് ബുഷ് ചെയ്യുന്നു കേട്ടോ. ഇപ്പോൾ ചെടികളായി നിറച്ച് ബുഷ് പറഞ്ഞാൽ ഇങ്ങനെ ആ ഭാഗം ഫുള്ളായിട്ട് ബുഷിലിങ്ങനെ മൂടി കിടക്കുന്നേ. അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ടുണ്ട് 3 പ്ലാവിൻ്റെ മരം ഉണ്ടായിരുന്നു, പിന്നെ വലിയൊരു മരം ഉണ്ടായിരുന്നു. ഇവിടെ വലിയൊരു പറങ്കിൻ്റെ മൂച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇവിടെ തെങ്ങുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ കേട്ടോ വെട്ടിയത്. പിന്നെ ഇവിടെ ഒരു ഒങ്ങിൻ്റെ വലിയൊരു മരം ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. ഇത് ഈ ബുഷേന്നിട്ട് അവിടെ നിറച്ചുണ്ടായിരുന്നത്, ഈ സൈഡിലായിട്ട് നിറച്ചുണ്ടായിരുന്നു ബുഷേ. ഇതാണ് ഞങ്ങളെ വീട് പറയുന്നത്. ആദ്യമൊക്കെ ഇവിടെ കുറേ ആൾക്കാരായിരുന്നു കേട്ടോ, അമ്മമാരായിട്ടും കുഞ്ഞന്മാരായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ചിരിച്ച ഫസ്റ്റ് നമ്മൾ നേരെ വരുന്ന സിറ്റ് ഔട്ടൊക്കെയാണ്. സിറ്റ് ഔട്ടിലൊന്നും ഞങ്ങളൊരു മാറ്റം, ആദ്യം ഇങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ. നമ്മൾ നിലത്ത് കാവ്യായിരുന്നു, അത് നമ്മളൊന്ന് കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ. അതുതന്നെ ഇപ്പോൾ ആകെ നാശമായിട്ടുണ്ട്. പിന്നെ സിറ്റ് ഔട്ടിൽ തന്നെ റൂമുണ്ട് കേട്ടോ. ആദ്യമൊക്കെ എല്ലാവരും ഉണ്ടായ സമയത്ത് ഇവിടെയൊക്കെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ പിന്നെ ആരില്ലാത്തതുകൊണ്ട് അവിടെയൊക്കെ പെട്ടിയാട്ടോ വെക്കാറ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഇത് ഒരു ഹാള് പോലെ കേട്ടോ. ആദ്യം ഇവിടെ ഇങ്ങനെ ഇടനാഴികയായിട്ട് ഇവിടെ റൂം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മമ്മി ഒക്കെ കിടക്കുന്നൊരു റൂമായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് തട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഹാള് പോലെ ആക്കി കേട്ടോ. ആദ്യം അല്ലെങ്കിൽ 4 റൂമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഉള്ളിൽ തന്നെ. പിന്നെ അവിടെ റൂമായിട്ട് 5 റൂം അങ്ങനെ ചെയ്യുന്നേ. പിന്നെ ഇതിങ്ങനെ റൂം, ഇവിടെ ഞാനും നേഴ്സൊക്കെ ആയിട്ട് കിടക്കുന്ന അങ്ങനെ സാധാ റൂം കേട്ടോ. ഇവിടെ സീലിങ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ആകെ പൊട്ടിപ്പൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ റൂമുണ്ട്, സാധാ റൂമാട്ടോ. ഇവിടെ ഫസ്റ്റ് ഒരു അടുക്കളയിന്ന്, പിന്നെ ചെറിയ മോനെ കല്യാണം കഴിഞ്ഞ സമയത്ത് പിന്നെ റൂമിലായിട്ട് അങ്ങനെ റൂം വെച്ച് കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ ഈ റൂമിനാണ് കുറേ കഥകൾ പറയാനുള്ളത്. കാരണം വെച്ചാൽ എൻ്റെ 3ാമത്തെ അമ്മോന് ഈ റൂമിലായിരുന്നു കേട്ടോ. 3ാമത്തെ അമ്മായിയൊക്കെ ആയിട്ട് എനിക്ക് 4 അമ്മമാരുള്ളത്. അപ്പോൾ അമ്മായി അവിടെയായിരുന്നു. ഞങ്ങളുടെ അമ്മായിക്ക് 3 മക്കളും 4 മക്കളും ഞാനും, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കുത്തിക്കൂടി കിടന്ന റൂമായിരുന്നിട്ടത്. പിന്നെ ഞങ്ങൾ അടുക്കള വരുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ അടുക്കളയിലും കുറേ പഴയ വീടായതുകൊണ്ട് അത്ര വലിയതൊന്നുമില്ല കേട്ടോ. ഇത് ഉമ്മാൻ്റെ നമ്മൾ മഞ്ച എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ ഒരു ഇതാട്ടോ. റേക്കും കാര്യമില്ലാത്തതുകൊണ്ട് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെക്കണ ഒരു അവസ്ഥ കേട്ടോ. കാരണം നമ്മൾ റൂമിലൊന്നും റേക്കും കാര്യങ്ങളില്ല, അപ്പോൾ ഓരോ സാധനങ്ങളും ഓരോ ഇതിലായിട്ട് വെക്കുക ചെയ്യുന്നത്. സിങ്കൊക്കെ ഏകദേശം ഇത് ഇവിടെ ഇങ്ങനെ ഇതാക്കിയിട്ടത് എൻ്റെ കല്യാണത്തിന് കുറച്ച് മുമ്പാട്ട്, നിൽക്കാൻ കുറച്ചും ഒരു 7-8 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഇങ്ങനെ പൈപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ കാക്കാൻ്റെ കല്യാണമായ സമയത്ത് കേട്ടോ പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചത്. പിന്നെ ഇതാട്ടോ നമ്മൾ എവിടെയാണ് ചോറും കറിയൊക്കെ വെക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെ വറകൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒത്തിരി മുറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുറേ മുറ്റങ്ങളുണ്ട്. അപ്പോൾ അത്ര കൊള്ളട്ട് വീഡിയോ, ചെറിയൊരു വീഡിയോ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു പഴയൊരു വീടാണ്, പഴയതാണ് 10-35 വർഷത്തിലേറെ പഴക്കമുള്ള വീട്. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള വീടാട്ടത്. അപ്പോൾ നമ്മൾ മാറ്റങ്ങൾ പറഞ്ഞാൽ നമ്മൾ പൊളിച്ചിങ്ങാണ്ട് അങ്ങനെയായിട്ടില്ല, ഓട് ജസ്റ്റ് ഒന്ന് പൊളിച്ച് മിഞ്ഞാങ്ങല്ലാതെ വീട് പൊളിച്ചിങ്ങാണ്ട് പുതിയ പണിയൊന്നും ചെയ്തിട്ടില്ല. പണ്ടത്തെ മണ്ണിൻ്റെ വീടെന്നൊക്കെ പറയില്ല, അതേപോലെ മൺകട്ടിട്ട് നമ്മളെ വീടിൻ്റെ പല ഭാഗത്തും. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇറക്കിയെടുത്തുകൊണ്ട് ഇപ്പോൾ ഈ അടുക്കളയൊക്കെ നമ്മൾ ഇറക്കിയെടുത്തണം. അപ്പോൾ അവിടെ മാത്രം സിമെൻ്റ് കട്ട വരുന്നല്ലാതെ മറ്റോടത്തൊക്കെ മണ്ണിൻ്റെ തട്ട വരുന്നത്, മണ്ണിൻ്റെ കട്ട വരുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു റൂം ഒന്ന് ഹാളാക്കിയെടുത്തു. നമ്മൾ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇടനാഴിക ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു ഇടുക്ക് വരെ വന്നതുകൊണ്ട് പിന്നെ ഒരു ഹാളാക്കി എടുക്കാമല്ലോ വിചാരിച്ചിട്ട് നമ്മളത് പൊളിച്ചിട്ട് ഒരു ഹാളാക്കി മാറ്റിയിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നുമില്ല. നമുക്ക് പണ്ടൊന്നും നമുക്ക് പൈപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് നമ്മൾ കുളിക്കാനാണെങ്കിലും നമ്മൾ എന്താവശ്യത്തിനാണെങ്കിലും നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് കൊണ്ടുപോയിരുന്നു. പിന്നെ കാക്കാൻ്റെ കല്യാണമൊക്കെ ആയ സമയത്താണ്
13 വർഷം എങ്ങാണ്ടായിട്ടുണ്ടാവുള്ളൂ നമ്മൾ പൈപ്പൊക്കെ വെച്ചിട്ട്. നമ്മൾ കൂട്ടുകുടുംബമായി നിന്നൊരു ഇതായിരുന്നു കേട്ടോ. നമ്മൾ കുറേ ആൾക്കാരായിട്ട്, എനിക്ക് 4 അമ്മമാരുള്ളത്, 4 അമ്മമ്മ 2 കുഞ്ഞന്മാരുള്ളത്. അപ്പോൾ ഓരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നൊരു വീടായിരുന്നു ഇത്. അപ്പോൾ കസിൻസായിട്ടും എല്ലാവരായിട്ടും നല്ലോണം കുറേ ആൾക്കാരൊക്കെ ഉള്ളൊരു വീടായിരുന്നു. ഇപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് വീടൊക്കെ വെച്ചിട്ട് എല്ലാവരും വേറെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ മാത്രമായിട്ട്, ഞാനും ഉമ്മയും നേഷും മാത്രം ഇവിടെ നിൽക്കുന്നത്. അവർക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് പിന്നെ എങ്ങനെ വീഡിയോ എടുക്കണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഒരു ചെയ്യാൻ അടുത്താണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത വീട്ടിൽ എന്തായാലും നമ്മൾ ഉഷാറാക്കി എടുക്കും ഇൻഷാ അല്ലാ. അപ്പോൾ താങ്ക് യു.